ഇന്ന് നമുക്ക് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ കൈ പൊള്ളാതെയും എങ്ങനെയാണ് ഉഴുന്നുവട റെഡിയാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്ന് 3 മണിക്കൂർ കുതിർത്തിയിട്ട് ഞാൻ വെള്ളം വാർത്ത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്ന് ചൂടായി പോവാതിരിക്കാൻ, അല്ലെങ്കിൽ ഐസ് വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് കൂടി പോരുത്. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നല്ലവണ്ണം തന്നെ 5 മിനിറ്റോളം കൈ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആകാനാണ് ഇങ്ങനെ ഒരു 5 മിനിറ്റോളം നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഒരിക്കലും കൂടി പോകരുത്, അപ്പോൾ വട നമുക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു കായപ്പൊടി, പിന്നെ ഒരു 5-6 ചെറിയുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തും, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും, കുറച്ച് കുരുമുളക് ചതച്ചെടുത്തും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കരുത്. അപ്പോൾ ഏകദേശം കയ്യിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവണം കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ വട ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇനി നമ്മളിത് കൈ പൊള്ളാതെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7-യുടെ ഉള്ളിലുള്ള ഈ ഒരു ഇത് എടുത്തിട്ട് മുകളിൽ നമ്മളൊന്ന് വെള്ളം തടവി കൊടുക്കാം. എന്നിട്ട് കയ്യിൽ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈയിൻ്റെ വിരലിലൊന്നും പാടെ വെള്ളമാക്കിയിട്ട് നടുവിൽ ഒരു ഓളും പാടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സൈഡൊക്കെ നല്ല ഷേപ്പാക്കിയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് അങ്ങ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ചാടും കേട്ടോ. എന്നിട്ട് രണ്ടാമത് തയ്യാറാക്കുന്ന സമയത്തും വെള്ളം അയിമ തടവിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉൾവശമൊക്കെ ഒന്ന് കുക്കായി നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഇത് കുക്ക് ചെയ്തെടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഒരു പരന്ന ചട്ടിയിലാണെങ്കിൽ ഒരു സമയത്ത് തന്നെ നമുക്ക് 3-4 വട തയ്യാറാക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് വട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.